ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2025 7th സ്റ്റാൻഡേർഡ് ഹിന്ദിയുടെ ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അവയുടെ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്കൂളുകൾക്ക് എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതേ മോഡലിൽ അവർക്ക് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ ഏകദേശം ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇന്ന് പരീക്ഷ എഴുതിയ കുട്ടികൾക്ക് എത്രത്തോളം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ കീയും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വെക്കേഷൻ ആണെങ്കിലും നമ്മൾ വെക്കേഷനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല 8th സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ 8th സ്റ്റാൻഡേർഡിൻ്റെ സിലബസൊക്കെ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറുകയാണ്. അപ്പം പുതിയ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിലേ നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് ഈ ചാനലിലൂടെ ഉണ്ടാവുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അതുപോലെ ഗ്രാമർ ക്ലാസ്സുകൾ, സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകൾ, അക്ഷരങ്ങളുടെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഹിന്ദിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. 6 പ്രവർത്തനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിർബന്ധമായും ചെയ്യേണ്ടതും 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണത്തിന് അറ്റൻഡ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഫസ്റ്റ് ഗതിവിധി എന്താണെന്ന് നോക്കാം. ഗതിവിധി 1 സൂചന ഖണ്ഡ് പഠേം और प्रश्नों के उत्तर लिखिए. പ്രവർത്തനം 1 പാരഗ്രാഫ് വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുക്കോ ഏക് സൈക്കിൾ ലേനി ഥി. അനുവിന് ഒരു സൈക്കിൾ വേണമായിരുന്നു. മാക്കോ तो उसने मना लिया. അമ്മ അവളുടെ ആഗ്രഹത്തെ അംഗീകരിച്ചു. പർ എന്നാൽ പാപ്പ നഹി മാനെ, അച്ഛൻ ഇത് അംഗീകരിച്ചില്ല. ഉനെ ലഗ്താ ഹി, അദ്ദേഹത്തിന് തോന്നി. കി എന്തെന്നാൽ അനൂക ഹർ ആഗ്രഹ പൂരാ ഹോത്താ രഹാ തോ, അനു പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അംഗീകരിച്ചു കൊടുത്താൽ വഹ് ബിഗഡ് ജായേഗി, അവൾ എന്തായിപ്പോകും? ചീത്തയായിപ്പോകും, അവൾ മോശമായി തീരും, അവളുടെ സ്വഭാവം എന്ന് അച്ഛൻ ചിന്തിക്കുകയാണ്. പാപ്പ ഏക് ഗുല്ലക്ക് ലായെ, അച്ഛൻ ഒരു ഗുല്ലക്ക് കൊണ്ടുവന്നു. എന്താണ് ഗുല്ലക്ക്? പണക്കുടുക്ക, പണം സമ്പാദിക്കുന്ന കുടുക്ക കൊണ്ടുവന്നു. അവർ ബോലെ, എന്നിട്ട് അവളോട് പറഞ്ഞു, പെഹലെ ആദ്യം കുച്ച് പൈസ ജമാ കർലോ, നീ കിട്ടുന്ന പൈസയൊക്കെ ഇതിൽ ശേഖരിച്ചു വെക്ക്. ഫിർ സൈക്കിൾ ലേ ലേന, എന്നിട്ട് പിന്നീട് പൈസ ആവുമ്പോൾ സൈക്കിൾ വാങ്ങിക്കാം. ഗുല്ലക്ക് ഏക്ക് ഗുബ്സൂരത്ത് ഹാത്തി കെ ആകാർ കാഥ, ആ പണക്കുടുക്ക ഒരു മനോഹരമായ ആനയുടെ രൂപത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പാരഗ്രാഫിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് താഴെ ചോദ്യങ്ങളുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഗദ്യാംശ് കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. ഈ പാരഗ്രാഫിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്ന 4 സെൻറ്റൻസുകൾ ഒന്നാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അത് ഏതാണെന്നാണ് ചോദിച്ചത്. ഇവിടെ 3rd ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അനുവിനെ മാക്കോ മനാലിയ. അനു പറഞ്ഞത് ആരാണ് സമ്മതിച്ചത്? അമ്മ സമ്മതിച്ചു എന്നുള്ളതാണ് 3rd ഓപ്ഷൻ കറക്റ്റായിട്ടുള്ളത്. ഇ എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാപ്പാക്കോ കിസ്കാ ഡർദ, അച്ഛൻ എന്തായിരുന്നു ഭയമുണ്ടായിരുന്നത്? അവിടെ 3rd ഓപ്ഷൻ തന്നെയാണ്, ഇ എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അനുക്കെ ബിഗഡ് ജാനേക്ക്, അനു ചീത്തയായി തീരും അല്ലെങ്കിൽ മോശമായി തീരും അവളുടെ സ്വഭാവം എന്നതാണ് അച്ഛൻ ഭയപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനു ക്യാ ചാഹത്തി തി ഔർ പാപ്പ ക്യാ ലായേ. അനു എന്താണ് ആഗ്രഹിച്ചിരുന്നത്? അച്ഛൻ എന്താണ് കൊണ്ടുവന്നത്? ഇപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ശരിയായിട്ടുള്ളത് എന്താണ്? 3rd ഓപ്ഷൻ ഈ തന്നെയാണ് ഇവിടെയും ഉത്തരമായിട്ട് വരുന്നത്. അനു സൈക്കിൾ ചാഹത്തി തി, പാപ്പ ഗുല്ലക്ക് ലായേ. അനു സൈക്കിൾ ആഗ്രഹിച്ചു, അച്ഛൻ പണക്കുടുക്ക കൊണ്ടുവന്നു. അപ്പോൾ 3rd ഓപ്ഷനാണ് ഇവിടുത്തെയും ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. ഗുല്ലക്ക് കിസ്കെ ആകാർ ഖാദ, ആ പണക്കുടുക്ക എന്തിൻ്റെ രൂപത്തിലുള്ളതായിരുന്നു? നമുക്കറിയാം ലാസ്റ്റ് ഓപ്ഷൻ ഈ എന്നുള്ളതാണ്. ഹാത്തി കെ, ആനയുടെ രൂപത്തിൽ. നെക്സ്റ്റ് വൺ. സൈക്കിൾ ഖരീദിനെ കെ ലിയെ പാപ്പാനെ ക്യാ ഉപായ് ബതായ, സൈക്കിൾ വാങ്ങാനുള്ള എന്ത് ഉപായമാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തത്?
ഫസ്റ്റ് ഓപ്ഷൻ ഗുല്ലക്കുമേ പൈസ ജമാ കർണേക്ക, പണക്കുടുക്കയിൽ പണം നിക്ഷേപിക്കാനാണ് അച്ഛൻ പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഇങ്ങനെ തരുമ്പോൾ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഈ ക്വസ്റ്റ്യൻ സെൻറ്റൻസ് വരുന്ന ഭാഗം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് തന്നിരിക്കുന്ന പാരഗ്രാഫിനെ ബേസ് ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതൊരിക്കലും വിട്ട് കളയരുത്. 5 മാർക്ക് നമുക്ക് അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു വന്നതെന്ന് നോക്കാം. ഗതിവിധി 2 പ്രേം കെ സിവ അവർ കുച്ച് നഹി ഡയറി ക യേ അംശ് പഠേം और പ്രശ്നോं के उत्तर लिखे. നമ്മുടെ പാഠപുസ്തകത്തിലെ പ്രേം കെ സിവ അവർ കുച്ച് നഹിം എന്ന പാഠത്തിൻ്റെ കുറച്ച് ഭാഗം തന്നു. ചോദ്യം ഇതാണ്, പ്യാർ കെ ലിയെ ഖണ്ഡ് മേം പ്രയുക്ത ശബ്ദ കौन सा है. പ്യാർ, സ്നേഹം എന്നതിന് അതേ അർത്ഥം വരുന്നൊരു വാക്ക് ഈ ഭാഗത്തിലുണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം സെക്കൻഡ് ഓപ്ഷൻ പ്രേം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സങ്കേതോं की सहायता से धरती में प्रेम സബ്സെ താക്കത്വർ മൂല്യ ഹെ വിഷയ് പർ ലഘു ലേഖ ലിഖെ. സൂചനകളെ അടിസ്ഥാനമാക്കി സ്നേഹത്തെക്കാൾ മൂല്യമുള്ളതായി മറ്റൊന്നുമില്ല ഭൂമിയിൽ എന്നതിനെ ആസ്പദമാക്കി ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 3ഓളം സെൻറ്റൻസുകൾ നിങ്ങൾക്ക് സൂചനകളായിട്ട് അവിടെ തന്നിട്ടുണ്ട്. സ്നേഹത്താൽ ജനങ്ങൾക്കിടയിൽ ഒരു നല്ല ബന്ധം ഉണ്ടാകുന്നു, അതുപോലെ മനുഷ്യത്വത്തെ സംരക്ഷിക്കാൻ പറ്റുന്നു, സൗഹൃദം വർദ്ധിക്കുന്നു, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ വെച്ചുകൊണ്ട് നമ്മളോട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിർബന്ധമായി ഒരു ഹെഡിങ് എഴുതിയിട്ടുണ്ടാവണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പം അതിൽ പ്രേം കെ സിവാർ കുച്ച് നഹി എന്ന ഹെഡിങ്ങിൽ ഒരു ലഘു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് ഇതിനകത്തേക്ക് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. പ്രവർത്തനം 3 എന്താണ്, ബാരിഷ് കെ ബാദ് കഹാനിയുടെ ഭാഗം തന്നിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗോകുൽ ഗയ്യ കിസ് മൗസമേ ദിഖ്തി ഹേ. ഏതാണ് ഗോകുൽ ഗയ്യ ഏത് മൗസമിലാണ് കാണാൻ സാധിച്ചത്? സെക്കൻഡ് ഓപ്ഷൻ ബാരിഷ് കെ മൗസമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുഡ്ഡു ഔർ ഗുഡ്ലി ഗോകുൽ ഗയ്യ കോ ദേഖ്തേ ഹേ. ഗുഡ്ഡുവും ഗുഡ്ലിയും ഗോകുൽ ഗയ്യയെ കാണുന്നു. വേ ഉസെ പകഡ്കർ സ്കൂളിൽ ജാനാ ചാഹത്തെ ഹേ. അവർ അതിനെ പിടിച്ചിട്ട് സ്കൂളിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ദോനോ കെ ബീച്ച് കി ബാത്ചീത്ത് ലിഖെ. ഈ 2 പേരുടെയും കോൺവെർസേഷൻ തയ്യാറാക്കാനാണ്, സംഭാഷണം എഴുതാനാണ്. ആ കഥ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഗുഡ്ഡു ഇവിടെ പറയുന്നുണ്ട്, ദേഖ് ഗുഡ്ലി ഗോകുൽ ഗയ്യ, നോക്കൂ ഗുഡ്ലി ഗോകുൽ ഗയ്യ. അപ്പോൾ ഗുഡ്ലി, വാഹ് ബഹുത്ത് സുന്ദർ, വളരെ മനോഹരമായിരിക്കുന്നു എന്ന്. അപ്പോൾ ഗുഡ്ഡുവും ഗുഡ്ലിയും പറയുന്ന ഈ 2 സെൻറ്റൻസ് വീതം നിങ്ങൾ എഴുതി ആ ഒരു ബാത്ചീത്ത് തയ്യാറാക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി ഗതിവിധി 4 ഹാത്തിയോം കി രഹ്ഗുസർ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവയെ ഓർഡർ ആക്കുക എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. ആ ചിത്രത്തിന് അനുയോജ്യമായ സെൻറ്റൻസുകൾ നിങ്ങൾ ഇവിടെ നിന്ന് എടുത്തെഴുതുക. അപ്പോൾ ഇത് ഓർഡർ തെറ്റിച്ചിട്ടാണ് സെൻറ്റൻസ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ചിത്രം എന്താണെന്ന് നോക്കുക. ചിത്രത്തിന് ചേരുന്ന സെൻറ്റൻസ് ഇതിൽ ഏതാണെന്ന് നോക്കുക. ചിത്രം ആനയും കുഞ്ഞുങ്ങളും റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് അല്ലേ. അപ്പം ഇവിടുത്തെ സെൻറ്റൻസിൽ 3ാമത്തതാണ് ആദ്യത്തെ ചിത്രത്തിന് അനുയോജ്യമായിട്ടുള്ളത്. ഹാത്തിനി അപ്പിനെ ദോനോ ബച്ചോക്കെ സാത്ത് സടക്ക് പാർ കർ രഹി ഹെ. അമ്മ ആന തൻ്റെ 2 കുഞ്ഞുങ്ങളോടുമൊപ്പം റോഡ് മുറിച്ച് കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് 3ാമത്തെ സെൻറ്റൻസ് ആദ്യത്തെ ചിത്രത്തിന് അനുയോജ്യം. ഇനി സെക്കൻഡ് ചിത്രത്തിൽ എന്താണ്, അമ്മ ആനയും മൂത്ത ആനക്കുട്ടിയും ഡിവൈഡർ മുറിച്ച് കടക്കുന്നതായിട്ടാണുള്ള ചിത്രമാണ്. അപ്പോൾ അതിന് ചേരുന്ന സെൻറ്റൻസ് ഇവിടെ എന്താണ്? സെക്കൻഡ് ഓപ്ഷനാണ്. ഹാത്തിനി ഔർ ഉസ്കാ ബഡാ ബച്ച ആസാനി സെ ഡിവൈഡർ പാർ കർത്തേ ഹെ. അമ്മ ആനയും തൻ്റെ മൂത്ത കുട്ടിയും വളരെ എളുപ്പം ആ ഡിവൈഡർ മുറിച്ച് കടക്കുന്നു. അങ്ങനെയെങ്കിൽ 3ാമത്തെ ചിത്രത്തിൽ ചെറിയ ആനക്കുട്ടിക്ക് ഡിവൈഡർ മുറിച്ച് കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറ്റിയ സെൻറ്റൻസ് ഏതാണ്? ഫസ്റ്റ് സെൻറ്റൻസ് ആണ് ഇതിലെ ഉത്തരം, 3ാമത്തെ ചിത്രത്തിന് അനുയോജ്യമായത്. ചോട്ടാ ബച്ച ഡിവൈഡർ പാർ കർണേമേ അസമർത്ത് ഹോത്താ ഹെ. ചെറിയ ആനക്കുട്ടി ഡിവൈഡർ മുറിച്ച് കടക്കാൻ അസമർത്ഥനായി. ഇനി 4ാമത്തെ ചിത്രത്തിൽ എന്താണ്? ചെറിയ ആനക്കുട്ടിയെ അമ്മ ഡിവൈഡർ മുറിച്ച് കടക്കാൻ സഹായിക്കുന്നതാണല്ലേ. അപ്പോൾ ഏതാണ് ലാസ്റ്റിലെ സെൻറ്റൻസ്? ഹാത്തിനി ഡിവൈഡർ പാർ കർണേമേ ചോട്ടെ ബച്ചയ്ക്ക് സഹായത കർത്തി ഹെ. അമ്മ ആന ഡിവൈഡർ മുറിച്ച് കടക്കാൻ കൊച്ചുകുട്ടിയെ സഹായിക്കുന്നു. അപ്പോൾ ഇതുപോലെ പിക്ചറുകൾ തന്നിട്ട് അവയ്ക്ക് ഓർഡറാക്കി സെൻറ്റൻസുകൾ എഴുതാനുണ്ടാകും. അപ്പോൾ ഏതാണോ ചിത്രത്തിന് അനുയോജ്യം അത് എടുത്തെടുത്ത് 1 2 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ എഴുതിക്കോളുക. ഇനി ഇതേ ആക്ടിവിറ്റിയിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. യഹാം ബച്ചയ്ക്ക് പ്രതി ഹാത്തിനി കാ കോൺ സാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. ഇവിടെ കുട്ടിയെക്കുറിച്ച് അമ്മയ്ക്കുള്ള എന്ത് മനോഭാവമാണ് പ്രകടമാകുന്നത്? നമുക്കറിയാം. തേർഡ് ഓപ്ഷൻ ഈ പ്യാർ കാ, സ്നേഹത്തിൻ്റേതാണ് മനോഭാവം, സ്നേഹ മനോഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ ഇന്ന് എക്സാം എഴുതിയ മക്കളൊക്കെ വളരെ ഈസി ആയിട്ട് എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി 5ാമത്തെ പ്രവർത്തനം ജന്നത്ത് കെ ബച്ചെ എന്ന ഫിൽമി ലേഖിൻ്റെ ഭാഗം തന്നിട്ടുണ്ട്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിൽഡ്രൻ ഓഫ് ഹെവൻ കഹാ കി ഫിലിം ഹെ? ചിൽഡ്രൻ ഓഫ് ഹെവൻ എവിടുത്തെ ഫിലിമാണ്? നമുക്കറിയാം. സെക്കൻഡ് ഓപ്ഷൻ ഇറാൻ കി. അതെവിടെയുണ്ട്? മുകളിൽ പാരഗ്രാഫിലും ഉണ്ട് കേട്ടോ, അറിയാത്തവർക്ക്. നെക്സ്റ്റ്, आपके स्कूल में सुरीली हिंदी मंच के नेतृत्व में चिल्ड्रन ऑफ हेवन का प्रदर्शन होने वाला है. इसकी सूचना देने के लिए उद्घोषण तैयार करें. നിങ്ങളുടെ സ്കൂളിൽ സുരീലി ഹിന്ദി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ചിൽഡ്രൻ ഓഫ് ഹെവൻ പ്രദർശിപ്പിക്കുന്നു. ഇതിന് സൂചന കൊടുത്തുകൊണ്ടൊരു വിളംബരം തയ്യാറാക്കാനാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടതിനകത്ത് ഇതിൻ്റെ മോഡലിൽ മറ്റൊരു ഉദ്ഘോഷണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഉദ്ഘോഷണ എഴുതുക? അവിടെ സ്ഥലവും തീയതിയൊക്കെ ഏതെങ്കിലും ഒരു ദിവസവും ഡേറ്റും ഒക്കെ വെച്ചുകൊണ്ട് ഈ പേര് ഇതാവണമെന്ന് മാത്രം. എന്ത്? ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന പ്രദർശനം എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ഇന്ന് എഴുതിയിട്ടുണ്ടാവുക. അതുപോലെ സുരീലി ഹിന്ദി മഞ്ചിൻ്റെ നേതൃത്വത്തിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ ഇനിയൊരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഇതേ മോഡലിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ ഉദ്ഘോഷണ തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ കോൺവെർസേഷൻ തയ്യാറാക്കാൻ പഠിച്ചിട്ടുണ്ടാവണം. പിക്ചർ തന്നിട്ട് ഓർഡർ ആക്കാൻ അറിയണം. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ 6th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗതിവിധി ച साफ सफाई में अव्वल गाँव ലേഖ का अंश पढ़ें प्रश्नों के उत्तर लिखें. സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന് പറയുന്ന ലേഖിൻ്റെ ഭാഗം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. फर्स्ट क्वेश्चन, മൗലിനോങ് के लोग कूड़े कचरे इकट्ठा कर किसके लिए इस्तेमाल करते हैं? മൗലിനോങ്ങിലെ ജനങ്ങൾ വേസ്റ്റ് സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടി എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമുക്കറിയാം. ഫസ്റ്റ് ഓപ്ഷൻ ഖേത്തി കെ ലിയെ, കൃഷിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അത് അവരൊരുമിച്ച് കൂട്ടിയിരുന്നത്. അപ്പോൾ അത് നമ്മുടെ പാരഗ്രാഫിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നെക്സ്റ്റ്, स्वस्थ रहने के लिए पर्यावरण को साफ रखना है, ये संदेश देने वाला एक पोस्टर तैयार करें. ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുപാട് പ്രകൃതി എന്തായിരിക്കണം? വൃത്തിയായിട്ടുണ്ടാവണം. ഈ സന്ദേശം കൊടുത്തുകൊണ്ടൊരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊരു ബോക്സൊക്കെ വരച്ചിട്ട് ആ ബോക്സിനുള്ളിലേക്ക് ഈ സെൻറ്റൻസ് എടുത്ത് എഴുതുക. അതുപോലെ തന്നെ പര്യാവരണക്ക് രക്ഷ, ഹമാരി സുരക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ കൊടുക്കാം. അതുപോലെ പ്രകൃതിയുടെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ട് ഭംഗിയായിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് എത്രത്തോളം ഈസി ആയിരുന്നു, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് ഡേയിൽ ഹിന്ദി എക്സാം 7th സ്റ്റാൻഡേർഡുകാർ എഴുതാൻ പോകുന്നു. അവർക്ക് ഇതേ മോഡലിലായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും പോസ്റ്റർ തയ്യാറാക്കാനും ഉദ്ഘോഷണ തയ്യാറാക്കാനും കോൺവെർസേഷൻ തയ്യാറാക്കാനൊക്കെ വരും. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.